സോളാർ വിവാദം കൊഴുപ്പിക്കാൻ മദ്യമുതലാളിമാരും ശ്രമിച്ചുവെന്ന് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം. ബാർക്കോഴ വിവാദം ഇതിനിടയിൽ ഉയർത്തി. സോളാർ കേസിൽ ഇടത് വലത് ഒത്തുതീർപ്പിനൊപ്പമായിരുന്നു ഈ നീക്കമെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്നും MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നേരത്തെയുള്ള ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലിൽ ഇപ്പോഴും അത് കുഴഞ്ഞു മറിയുക തന്നെയാണ് CPM-നുള്ളിലും ഒപ്പം പ്രതിപക്ഷത്തിനുള്ളിലും. ഇപ്പോൾ ഈ മദ്യമുതലാളിമാരും ഈ സോളാർ വിവാദം കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. രജനി, തീർച്ചയായും ജോൺ മുണ്ടക്കയത്തിൻ്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് അന്നത്തെ സോളാർ വിവാദം അതും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു അത് വിവാദമായത്. കാരണം ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ സമരം ഒത്തുതീർന്നത്. രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നേരത്തെ നടത്തിയത്. അതിനുവേണ്ടി CPM-ൻ്റെ ഇപ്പോഴത്തെ രാജ്യസഭ MP ആയിട്ടുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, അദ്ദേഹമാണ് ഇടനിലയായി സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേരത്തെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പുതിയ കാര്യം വെളിപ്പെടുത്തുന്നത് ആ സോളാർ വിവാദം കത്തിക്കുന്നതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു ചാലക ശക്തി എന്ന് പറയുന്നത് ബാർ മുതലാളിമാരായിരുന്നു, മദ്യമുതലാളിമാരായിരുന്നു ആ അന്നത്തെ സമരം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നത്. അതായത് അന്നത്തെ ബാർക്കോഴ വിവാദങ്ങൾ വളരെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് ആ സർക്കാരിനെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചവരും ഈ ബാർ മുതലാളിമാരാണ്. കാരണം അന്നത്തെ ചില വെളിപ്പെടുത്തലുകൾ, അന്നത്തെ ചില രേഖകളെല്ലാം പുറത്തുവിട്ടത് ഈ ബാർ മുതലാളിമാരായിരുന്നു. അതിൻ്റെ ഒരൊറ്റ കാരണമെന്ന് പറയുന്നത് അടുത്തതായി വരുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇടതിൽ നിന്നും ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. കൂടുതൽ മദ്യശാലകൾ ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ കൂടുതൽ മദ്യശാലകൾ തുറന്നു തരാം, നിങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാം എന്നുള്ള ഒരു ഉറപ്പ് ഈ ബാർ മുതലാളിമാർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ സോളാർ വിവാദം കത്തിക്കുന്നതിന് വേണ്ടി അന്ന് ഈ ബാർക്കോഴ വിവാദവും അതിൽ വലിയ ഒരു വിഷയമാക്കി കൊണ്ടുവന്നത്. അതിൽ ബാർ മുതലാളിമാർക്ക് നല്ല പങ്കുണ്ടായിരുന്നു എന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോൺ മുണ്ടക്കയം പറയുന്നത്. അദ്ദേഹം അന്ന് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു. ആ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവാദത്തിൽ ആ സമരം ഒത്തുതീർക്കുന്നതിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ നടത്തിയ രഹസ്യധാരണയെ പറ്റിയുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സോളാർ വിവാദം കത്തിക്കുന്നതിൽ ബാർ മുതലാളികളും അവരുടേതായ പങ്ക് നല്ലവണ്ണം അവർ നിർവഹിച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുകയാണ്. രജനി, അതായത് അന്നത്തെ സമരങ്ങൾക്കൊക്കെ തന്നെ ഈ പണം ഒഴുക്കിയതും ഈ മദ്യമുതലാളിമാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ പറയണമല്ലോ. ആ സമരം മുഴുവൻ, ആ കേരളം മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ മോശപ്പെടുത്തുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയെ ഏറ്റവും വലിയ സ്ത്രീ പീഡനം നടത്തിയ വ്യക്തിയായി കാണിക്കുന്നതിലൊക്കെ വലിയ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നിൽ പണമൊഴുക്കിയ ശക്തികളെന്ന് പറയുന്നത് ബാർ മുതലാളിമാരായിരുന്നു എന്നാണ് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറയുന്നത്. അവർക്ക് അതിന്മേൽ ലഭിച്ച ഉറപ്പ് എന്ന് പറയുന്നത് അടുത്ത ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും കൂടുതൽ ബാറുകളും തുറന്നു നൽകാം എന്നുള്ളൊരു ഉറപ്പാണ് അവർക്ക് നൽകിയിരുന്നത് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം, മദ്യനയം തിരുത്താൻ വേണ്ടി സർക്കാർ ഇപ്പോൾ നടത്തിയ നീക്കങ്ങൾ. ഇപ്പോൾ ഈ ബാർക്കോഴ വിവാദത്തെ തുടർന്ന് ഇപ്പോൾ ഈ മദ്യമുതലാളിമാരുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളുടേതായി പുറത്തു വന്ന ശബ്ദരേഖ, ഇതെല്ലാം കൂട്ടി വായിക്കണം. കൂട്ടി വായിക്കുമ്പോഴാണ് അന്നത്തെ സമരത്തിൻ്റെ പിന്നിൽ ബാർ മുതലാളിമാർ എത്ര ശക്തിയോടെ നിന്നിരുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് ജോൺ മുണ്ടക്കയം ഇത്തരം കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. CPM-ന് വീണ്ടും കുരുക്കാവുക തന്നെയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിനോദ. കാരണം ഈ ബാർക്കോഴ അഴിമതി അത് സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ടുള്ള ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ ഇപ്പോൾ തന്നെ അവർ ആകെ മൊത്തം കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി കൂടുതൽ കുരുക്കിലേക്ക് തന്നെയല്ലേ വീണ്ടും നീങ്ങുന്നതും? തീർച്ചയായും ഇതിനൊക്കെ CPM-ന് മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ പുതിയ ബാർക്കോഴ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ സംഭാവന വാങ്ങുന്നതിൻ്റെ ഓരോ ബാറിൽ നിന്നും 2.5 ലക്ഷം രൂപ പിരിക്കുന്നതിൻ്റെ ഓഡിയോ ആണ് പുറത്തു വന്നത്. 900 ബാറുകളിൽ നിന്നായി 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്ന അല്ലെങ്കിൽ ആ സംഭാവനകൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പണം കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ വ്യാഖ്യാനിച്ചു. ഇതിന്മേൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ്
ഇതിന്മേൽ DGPയോട് അന്വേഷണം ആവശ്യപ്പെട്ടു. DGP അത് ക്രൈംബ്രാഞ്ചിന് ആ അന്വേഷണം കൈമാറി. ക്രൈംബ്രാഞ്ച് അതിന്മേലുള്ള പ്രാഥമിക അന്വേഷണം ഒക്കെ ആരംഭിച്ചു. അത്തരത്തിലുള്ള വിവാദങ്ങളിലെല്ലാം പെട്ട് സർക്കാർ ഉടലുമ്പോഴാണ് കൃത്യമായി ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടെ പ്രസ്താവന വരുന്നു. ചീഫ് സെക്രട്ടറി തന്നെ പറയുന്നു ഇത്തരം ആലോചനകൾ നടന്നിരുന്നു എന്നുള്ള സത്യമാണ് എന്നുള്ള ചീഫ് സെക്രട്ടറി വേണുവിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നു. ഇത്തരത്തിലെല്ലാം സർക്കാർ വലിയ വിവാദത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. സോളാർ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ഒരു ബാഹ്യശക്തി എന്ന് പറയുന്നത് ബാർ മുതലാളിമാരായിരുന്നു എന്നുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ മധ്യ മുതലാളിമാരും മാത്രമല്ല ഇതിന് പിന്നിൽ മറ്റ് നേതാക്കളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ജോൺ മുണ്ടക്കയം ചെയ്യുന്നതും. എന്തായാലും പുതിയ വെളിപ്പെടുത്തലുമായിട്ട് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം എത്തിയിരിക്കുകയാണ്. സോളാർ വിവാദം കൊഴുപ്പിക്കാൻ മദ്യമുതലാളിമാരും ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാർക്കോഴ വിവാദം ഇതിനിടയിൽ ഉയർത്തി അത് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനിടയിലാണ് വീണ്ടും സോളാർ കേസിൽ ഇടത് വലത് ഒത്തുതീർപ്പിന് ഒപ്പമായിരുന്നു ഈ നീക്കമെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നത്. വിനോദ് ലൈനിലോട്ട് കരുതുന്നു. വിനോദ്, എന്തായാലും ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ പുതിയ ആരോപണം എന്ന് പറയുന്നത് മദ്യ മുതലാളിമാർ ഇതിൽ പങ്കാളികളായിരുന്നു എന്നാണ്. ഒപ്പം നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടത് ഇവരെ ഈ സമരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില നേതാക്കൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെയല്ലേ? തീർച്ചയായും രജനി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കൈരളി ചാനലിൻ്റെ MD ആണ് ജോൺ ബ്രിട്ടാസ്. ഞാൻ ചെയർമാൻ എന്ന് തെറ്റായി പറഞ്ഞു. MD ആണ്. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ അന്ന് ഈ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയത്. കൈരളി ചാനലിൻ്റെ MD ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹമാണ് ജോൺ മുണ്ടക്കയത്തെ വിളിച്ച് ഈ സമരം അവസാനിപ്പിച്ചുകൂടെ, സോളാർ സമരം അവസാനിപ്പിച്ചുകൂടെ എന്ന് ആദ്യം ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി പറയുന്നു, ജോൺ മുണ്ടക്കയത്തോട് തന്നെ ആവശ്യപ്പെടുന്നു. കുഞ്ഞാലിക്കുട്ടി, അന്നത്തെ പ്രമുഖ നേതാവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയോട് ഇക്കാര്യം സൂചിപ്പിക്കാൻ പറയുന്നു. കുഞ്ഞാലിക്കുട്ടിയോട് പറയുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇക്കാര്യം സംസാരിച്ച് അങ്ങനെയാണ് CPM നേതാക്കളുമായി ബന്ധപ്പെട്ട് ഈ സമരം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. ഈ സമരത്തിൻ്റെ പിന്നിൽ ഈ സാമ്പത്തിക ശക്തിയായി പ്രവർത്തിച്ചത് ബാർ മുതലാളിമാരായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ സോളാർ വിവാദം കൊഴുപ്പിക്കാൻ മുതലാളിമാരും ശ്രമിച്ചു എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം പുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ബാർക്കോഴ അഴിമതി സംബന്ധിച്ചും അദ്ദേഹം തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് CPM. ഇതിനിടയിൽ കൂടി ഈ ഒരു വാർത്ത കൂടെ പുറത്തു വന്നതിൽ എന്തായാലും CPM-നെ കുരുക്കിലാക്കുക തന്നെ ചെയ്യും. സോളാർ കേസിൽ ഇടത് വലത് ഒത്തുതീർപ്പിന് ഒപ്പമായിരുന്നു ഈ നീക്കമെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നുണ്ട്. വിശദമായ റിപ്പോർട്ടാണ് MK വിനോദ് നൽകിയത്.